ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, എല്ലാവർക്കും ദൈവനാമത്തിലും കൃപാസനം അമ്മയുടെ നാമത്തിലും സ്നേഹവന്ദനം. ഒരു പുതിയ ദിനം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുകയാണ്. ഇന്ന് നമ്മൾ നമ്മുടെ ദിവസത്തെ ജോലികളിലേക്കും ഉത്തരവാദിത്വങ്ങളിലേക്കും പ്രവേശിക്കുന്നതിന് മുൻപ് അല്പസമയം ശാന്തമായിരുന്ന കൃപാസനം അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ദൈവവചനത്തിൽ നിന്ന് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോവുകയാണ്. നിങ്ങളെ പരിശുദ്ധ അമ്മയാണ് പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ വിളിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഭവനത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുവാൻ, അമ്മയുടെ അനുഗ്രഹം വരുവാൻ ഈ പ്രാർത്ഥന കാരണമാക്കട്ടെ. സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ദൈവം നമ്മുടെ കാവൽക്കാരനാണ്. ദൈവം നമ്മുടെ വലതുഭാഗത്ത് തണലായുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നമ്മെ ഉപദ്രവിക്കുകയില്ല. ഒരു ദോഷവും തട്ടാത്ത വിധം നമ്മെ ദൈവം കാത്തുകൊള്ളും. ദൈവം അവൻ്റെ പ്രാണനെ പോലെ നമ്മെ കാക്കും. ദൈവം നമ്മുടെ ആഗമനത്തെയും എല്ലാം ദൈവം കാത്തുകൊള്ളും. നമ്മൾ ഓരോ ദിവസവും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നു. ജോലിക്കായി, പഠനത്തിനായി, ബിസിനസ്സിനായി, അല്ലെങ്കിൽ ഒഴിവാക്കാൻ പറ്റാത്ത മറ്റ് ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നു. വൈകുന്നേരം സുരക്ഷിതരായി വീട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴികളും, നമ്മൾ കയറുന്ന ഓരോ വാഹനങ്ങളും, നമ്മുടെ കാൽവെപ്പുകൾ പതിക്കുന്ന ഓരോ സ്ഥലങ്ങളും ഈ ഒരൊറ്റ വാഗ്ദാനത്തിൻ്റെ കീഴിലാണ്. യഹോവ ദൈവം നിന്റെ ഗമനത്തെയും ആഗമനത്തെയും കാത്തുകൊള്ളും. ആലോചിച്ചു നോക്കൂ. ആവർത്തന പുസ്തകം 28:6 നമ്മോട് പറയുന്നു, നീ വരുമ്പോഴും അനുഗ്രഹിക്കപ്പെടും, നീ പോകുമ്പോഴും അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിൻ്റെ അനുഗ്രഹം വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് കൃപാസനം അമ്മയുടെ മാധ്യസ്ഥത്താൽ നമ്മൾ സഞ്ചരിക്കുന്ന റോഡിലും ജോലിസ്ഥലത്തും വാഹനങ്ങളിലും ദൈവിക സംരക്ഷണം നമ്മോടൊപ്പം യാത്ര ചെയ്യും. പലപ്പോഴും ജീവിതത്തിൽ അപ്രതീക്ഷിത പ്രയാസങ്ങളും അപകടങ്ങളും ഉണ്ടാകുന്നത് നമ്മൾ വീട്ടിൽ സുരക്ഷിതമായിരിക്കുമ്പോഴല്ല, മറിച്ച് നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ വാഗ്ദാനം നമ്മെ സംബന്ധിച്ച് വളരെ വിലപ്പെട്ടതാക്കുന്നത്. സങ്കീർത്തനം 91:11 നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിന്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെക്കുറിച്ച് കൽപ്പിക്കും എന്ന്. ഇവിടെ എല്ലാ വഴികളിലും എന്നാണ് വചനം പറയുന്നത്. നമ്മൾ കാണുന്ന വ്യക്തമായ വഴികളിലും, ഭയം തോന്നുന്ന അപരിചിതമായ പാതകളിലും ഉണ്ണിയേശുവിനെ കൈകളിലേന്തിയ കൃപാസനം അമ്മയുടെ നീല അങ്കി നമുക്ക് തണലായി മാറും. അമ്മ നമ്മെ സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണത്തിൽ കാത്തുപരിപാലിക്കും. നമ്മൾ ഭയത്തോടെയോ ആശങ്കയോടെയോ ആണോ ഓരോ ദിവസവും പുറത്തേക്കിറങ്ങുന്നത്? ഇന്ന് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ? കാര്യങ്ങൾ വിചാരിച്ച പോലെ നടക്കുമോ എന്ന് ചിന്തിച്ച് മനസ്സ് ഭാരപ്പെടാറുണ്ടോ? വാർത്തകളിൽ കേൾക്കുന്ന അപകടങ്ങളും തകർച്ചകളും നമ്മിൽ ഭയമുണ്ടാക്കാം. എന്നാൽ ദൈവത്തിൻ്റെ വചനവും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും നമുക്ക് വലിയ ഉറപ്പാണ് തരുന്നത്. അപ്പോൾ നീ വഴിയിൽ സുരക്ഷിതമായി നടക്കും, നിന്റെ കാൽ ഇടറുകയില്ല. നമ്മെ കാക്കുന്ന ദൈവം ഉറങ്ങുകയോ മയങ്ങുകയോ ചെയ്യുകയില്ല എന്ന് വചനം പറയുന്നു. അമ്മയുടെ അപേക്ഷയാൽ അവൻ വീഴ്ചകളിൽ നിന്ന് നമ്മെ താങ്ങും. അമ്മ നമുക്കായി മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് ഇന്ന് വീടിന് പുറത്തേക്കിറങ്ങുന്നതിനു മുൻപ് നമ്മുടെ ഗമനത്തെയും ആഗമനത്തെയും, അതായത് വരവിനെയും
പോക്കിനെയും പൂർണ്ണമായും കൃപാസനം അമ്മയുടെ മാധ്യസ്ഥതയിലൂടെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഈ നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, കൃപാസനത്തിൽ വാഴുന്ന അമ്മയുടെ മധ്യസ്ഥതയാൽ മനോഹരമായ ഈ ദിനം ഞങ്ങൾക്ക് നൽകിയതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളെ ജീവനോടെയും ആരോഗ്യത്തോടെയും പുതിയ ദിവസത്തിലേക്ക് ഉണർത്തിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കൃപാസനം അമ്മേ, പ്രാർത്ഥന കേൾക്കുന്ന പരിശുദ്ധ അമ്മേ, ഇന്ന് ഞങ്ങൾ വീടിന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഈ ദിവസത്തെ പൂർണ്ണമായും അമ്മയുടെ മാതൃകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഗമനത്തെയും ആഗമനത്തെയും വരവിനെയും പോക്കിനെയും അമ്മയുടെ നീല മേലങ്കിയാൽ മറച്ച് സുരക്ഷിതമാക്കണമേ. ഞങ്ങളുടെ കാൽവെപ്പുകളെ ഈശോയുടെ തിരഹിതത്തിന് അനുസരണമായി ക്രമീകരിക്കണമേ. ഞങ്ങൾ ചെയ്യുന്ന ഓരോ വഴികളിലും അവിടുത്തെ ദൈവിക സംരക്ഷണം ഉണ്ടാകണമേ. റോഡിലെ അപകടങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ തകർച്ചകളിൽ നിന്നും ശത്രുവിൻ്റെ സകല ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും അമ്മ മറച്ചുകൊള്ളണമേ. ആവർത്തന പുസ്തകം 28:6 വാഗ്ദാനം ഇപ്രകാരമാണ്: ഞങ്ങൾ പോകുമ്പോഴും വരുമ്പോഴും അവിടുത്തെ സ്വർഗീയ അനുഗ്രഹം ഞങ്ങൾക്ക് കൂട്ടായിരിക്കട്ടെ. കർത്താവെ, സങ്കീർത്തനം 91 പ്രകാരം അവിടുത്തെ വിശുദ്ധ ദൂതന്മാരെ ഞങ്ങൾക്ക് ചുറ്റും കാവൽ നിർത്തണമേ. ഞങ്ങൾ അറിയാത്ത, ഞങ്ങൾ കാണാത്ത അപകടങ്ങളിൽ നിന്ന് പോലും കൃപാസനം അമ്മയുടെ മാധ്യസ്ഥതയാൽ സ്വർഗീയ ദൂതന്മാർ ഞങ്ങളെ വിടുവിക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളെയും കൃപാസനം അമ്മയുടെ തണലിൽ മറക്കണമേ. ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോഴും പങ്കാളി ജോലിക്ക് പോകുമ്പോഴും മാതാപിതാക്കൾ വീട്ടിലിരിക്കുമ്പോഴും മക്കൾ പുറത്തായിരിക്കുമ്പോഴും അമ്മയുടെ കണ്ണ് അവരുടെ മേൽ ഉണ്ടാകട്ടെ. ഒരു ദോഷവും ഞങ്ങളുടെ കൂടാരത്തിന് തട്ടാതെ കാക്കണമേ. ഞങ്ങളുടെ മനസ്സിലെ സകല ഭയങ്ങളെയും ആശങ്കകളെയും മാറ്റിത്തരണമേ. അമ്മയുടെ മാധ്യസ്ഥം കൂടെയുണ്ട് എന്ന തികഞ്ഞ വിശ്വാസവും സ്വർഗീയ സമാധാനവും ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ജോലിസ്ഥലത്തും ബിസിനസ്സിലും എടുക്കേണ്ട തീരുമാനങ്ങളിൽ ദൈവിക ജ്ഞാനം നൽകണമേ. ഞങ്ങളുടെ കൈകളുടെ അധ്വാനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളോടുള്ള സംസാരത്തിലും ഇടപെടലിലും അവിടുത്തെ കൃപ വെളിപ്പെടട്ടെ. കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്ന സകലരുടെയും സങ്കടങ്ങൾക്ക് അമ്മ വേഗത്തിൽ ഉത്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം അമ്മയെ വിളിച്ച് അമ്മയുടെ സന്നിധിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട മക്കളുടെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കണമേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അമ്മയോട് ഞങ്ങൾ യാചിക്കുന്നു. പരിശുദ്ധ മാതാവേ, അമ്മ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. അമ്മയുടെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ. പരിശുദ്ധ അമ്മേ, അമ്മയെ വിളിച്ചപേക്ഷിക്കുന്ന ആരെയും അമ്മ ഉപേക്ഷിക്കത്തില്ല എന്ന വിശ്വാസത്തോടുകൂടി അത്ഭുതങ്ങളുടെ പ്രാർത്ഥനയായ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ഓർക്കുന്നു. ഈ പ്രാർത്ഥനയോടൊപ്പം ഞങ്ങൾ ഞങ്ങളുടെ മുഴുവൻ നിയോഗങ്ങൾ സമർപ്പിക്കുന്നു. കൃപാസനത്തിൽ നടക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഉടമ്പടിയോട് ചേർത്ത്, ദിവസേന നടക്കുന്ന ആരാധനയോട് ചേർത്ത് ഈ നിമിഷം ഞങ്ങളുടെ നിയോഗങ്ങളും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കൃപാസനം അമ്മേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ഭവനങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കണമേ. ഈ നിമിഷം ഞാനും എൻ്റെ കുടുംബവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ പ്രതിസന്ധിയിൽ നിന്നും, ദുരിതങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനം നൽകണമേ. പരിശുദ്ധ മാതാവേ, അമ്മ സഞ്ചാരി മാതാവാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വിശ്വാസത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് ഞാൻ അമ്മയോട് അപേക്ഷിക്കുന്നു. അമ്മ എൻ്റെ ഭവനത്തിൽ വന്ന് ഞാൻ ഈ നിമിഷം വിഷമിക്കുന്ന എൻ്റെ ഈ പ്രതിസന്ധിയിൽ നിന്ന്, ദുരിതത്തിൽ നിന്ന്
എനിക്ക് മോചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവേ, സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൂട്ടായി എന്നും കൂടെ ഉണ്ടാകണമേ. ആമേൻ. പരിശുദ്ധ അമ്മ നൽകിയ അനുഗ്രഹത്തിന് ഒരു നിമിഷം നമുക്ക് നന്ദി പറയാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാക്കുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാക്കുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, എൻ്റെ ഗമനത്തെയും ആഗമനത്തെയും കാത്തുകൊള്ളണമേ. കൃപാസനം അമ്മയുടെ തണലിൽ ഞാൻ സുരക്ഷിതമായി നടക്കും. എൻ്റെ കാൽ ഇടറുകയില്ല. ദൈവത്തിൻ്റെ ദൂതന്മാർ എൻ്റെ എല്ലാ വഴികളിലും എനിക്ക് കാവലായിരിക്കും. ഇന്ന് ദൈവത്തിൻ്റെ പുതിയ ശക്തിയാൽ ഞാൻ വിജയകരമായി മുന്നേറും. ഈ പ്രാർത്ഥന നിങ്ങളുടെ ദിവസത്തെ പൂർണ്ണമായും സുരക്ഷിതമായും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും നിങ്ങളുടെ നിയോഗങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ ഈ പ്രാർത്ഥന ആവശ്യമുള്ള വ്യക്തികളിലേക്ക് ഷെയർ ചെയ്യുക. കൃപാസനം അമ്മ നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാളെയും അമ്മയുടെ സാന്നിധ്യം നിങ്ങളുടെ ഭവനങ്ങളിൽ, നിങ്ങളുടെ കരങ്ങളിൽ എത്തുവാൻ, അമ്മയോടൊപ്പം ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. എല്ലാവർക്കും നന്ദി.